ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്കിലെ കോറിലേഷൻ എന്ന് പറയുന്ന ചാപ്റ്ററുമായിട്ട് ബന്ധപ്പെട്ട് കാൽപിയേഴ്സൺസ് കോഎഫിഷ്യന്റ് ഓഫ് കോറിലേഷൻ കാൽക്കുലേഷൻ ആയിരുന്നു നേരത്തെ നമ്മൾ ഡിസ്കസ് ചെയ്തത്. അതിലെ ഡയറക്റ്റ് മെത്തേഡിനെ കുറിച്ച് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തു. ആ ഒരു ക്ലാസ് വാച്ച് ചെയ്യാത്തവരുണ്ടെങ്കിൽ അതുകൂടെ വാച്ച് ചെയ്യുക. അതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ഇവിടെ ഇന്നത്തെ ക്ലാസ്സിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കാൽപിയേഴ്സൺസ് കോഎഫിഷ്യന്റ് ഓഫ് കോറിലേഷൻ കാൽക്കുലേറ്റ് ചെയ്യാനുള്ള അസ്യൂംഡ് മീൻ മെത്തേഡ് ആണ്. രണ്ടാമത്തെ മെത്തേഡ് ആണ്. നേരത്തെ നമ്മൾ പറഞ്ഞത് ഡയറക്റ്റ് മെത്തേഡ് ആയിരുന്നു. ഇവിടെ അസ്യൂംഡ് മീൻ മെത്തേഡ് ആണ്. അതായത് ഇവിടെ ഇക്വേഷൻ വരുന്നത് ഇതാണ്: R is equal to n into sigma dx dy minus sigma dx into sigma dy divided by n root of n into sigma d square dx square minus sigma dx all square into root of n into sigma dy square minus sigma dy all square എന്നുള്ളതാണ് ഇക്വേഷൻ വരുന്നത്. ഓക്കെ, അപ്പൊ ജസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ ബേസ് ചെയ്തുകൊണ്ട് നമുക്ക് ഇതിനെ എങ്ങനെയാണ് വർക്ക്ഔട്ട് ചെയ്യുന്നതുള്ളത് നോക്കാം. അപ്പൊ ജസ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. കാൽക്കുലേറ്റ് കാൽപിയേഴ്സൺസ് കോഎഫിഷ്യന്റ് ഓഫ് കോറിലേഷൻ. ഓക്കെ, ഇതാണ് തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ. ജസ്റ്റ് നോക്കുക. അതായത് എക്സ് 12 16 20 24 30 40 50 54 60 64, then y 84 80 72 64 60 56 50 48 40 36. ഓക്കെ, ഇത്രയുമാണ് ഡാറ്റ തന്നിട്ടുള്ളത്. ഇതിനെ വർക്ക്ഔട്ട് ചെയ്യാൻ ജസ്റ്റ് നമ്മൾ കോളംസ് കൊടുക്കേണ്ടത് നോക്കുക. ഒന്നാമത്തെ കോളം വരേണ്ടത് എക്സ് നമ്മളെ ക്വസ്റ്റ്യനിൽ തന്നത്, രണ്ടാമത്തത് വൈ ക്വസ്റ്റ്യനിൽ തന്നതാണ്. ഓക്കെ, ഇനി നെക്സ്റ്റ് നമുക്ക് ഡി എക്സും അതേപോലെ ഡി വൈയും വേണം. അപ്പൊ ഡി എക്സിന്റെ സ്ക്വയറും വേണം, ഡി വൈയുടെ സ്ക്വയറും വേണം. പിന്നെ വേണ്ടത് ഡി എക്സ് ഇൻറ്റു ഡി വൈ ആണ്. ഓക്കെ, അപ്പൊ ഇവിടെ ഡി എക്സ് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യും? ഡി എക്സ് എന്ന് പറയുന്നത് എക്സിൽ നിന്നും അത് എ കുറക്കുന്നതാണ്. എ എന്ന് പറയുന്നത് എക്സിൽ വരുന്ന എ, അതാണ് എ എക്സ് എന്ന് കൊടുത്തത്. എക്സ് മൈനസ് എ എക്സ് ആണ് എന്ത് വരുന്നത്? ഇവിടെ ഡി എക്സ് വരുന്നത്. അതായത് നമ്മൾ ഇതിൽ ഒരു വാല്യൂ എക്സ് ആയിട്ട് എടുക്കുന്നു. അപ്പൊ ജസ്റ്റ് നമ്മൾ എക്സ് ആയിട്ട് എടുക്കുന്നത് 40 ആണ്. സപ്പോസ് 40 ആണ് എക്സ് ആയിട്ട് എടുക്കുന്നത് നോക്കുക. അപ്പൊ ഇതാണ് എ എക്സ്. ഓക്കെ, അവിടെ എ എക്സ് എന്തിനാണ്? 40 ആണ്. ഇതേപോലെ ഡി വൈയുടെ കേസിലും വൈ മൈനസ് എ വൈ എന്ന് വരും. വൈയിൽ നിന്നും എ മൈനസ് ചെയ്യണം. അതായത് ഇവിടെ എ നമ്മൾ എടുക്കുന്നത് 60 ആണെന്ന് നോക്കുക. അപ്പൊ ഇതിന് എ വൈ എന്ന് ജസ്റ്റ് മാർക്ക് ചെയ്യാം. ഓക്കെ, ഇപ്പൊ 40യും 60 ആണ് നമ്മൾ ഇവിടെ എടുക്കുന്നത്. അപ്പൊ ഇവിടെ ഡി എക്സ് കാൽക്കുലേറ്റ് ചെയ്യാൻ എങ്ങനെയാണ്? ഞാൻ ജസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചതാണ് എളുപ്പത്തിന്. അതായത് ഇവിടെ നോക്കുക, ഡി എക്സ് കാൽക്കുലേറ്റ് ചെയ്യുന്ന എക്സ് മൈനസ് എ എക്സ് ആണ്. 12ൽ നിന്നും എന്ത് മൈനസ് ചെയ്യണം? 40 മൈനസ് ചെയ്യണം. 12ൽ നിന്നും 40 മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് -28 കിട്ടും. അടുത്തത് നെക്സ്റ്റ് വരുന്നത് 16ൽ നിന്നും 40 മൈനസ് ചെയ്യണം. അപ്പൊ -24. 20 മൈനസ് 40 മൈനസ് 20. 24 മൈനസ് 40 മൈനസ് 16. 30 മൈനസ് 40 10 മൈനസ് 10. 40 മൈനസ് 40 0. 50 മൈനസ് 40 10. 54 മൈനസ് 40 14. 60 മൈനസ് 40 എന്ത് വരും? 20. then 64 മൈനസ് 40 24. ഓക്കെ അല്ലെ? ഇതാണ് ഡി എക്സിന്റെ കോളം വരുന്നത്. അപ്പൊ ഡി എക്സ് ടോട്ടൽ ചെയ്യുന്നു. അതായത് ഇത് സിഗ്മ ഡി എക്സ് ആണ്. സിഗ്മ ഡി എക്സ് എത്ര വരും നമുക്ക്? സിഗ്മ ഡി എക്സ് എന്ന് പറയുന്നത് -30 വരും. അതായത് ഇവിടെ മൈനസുകളൊക്കെ കൂട്ടി എഴുതുക, പ്ലസുകളെ കൂട്ടി എഴുതുക. എന്നിട്ട് ലാസ്റ്റ് നിങ്ങൾ എന്ത് ചെയ്യാം? ഏതാണോ കൂടുതൽ ചിഹ്നം വരുന്നത്, അതായത് ഇവിടെ മൈനസ് ആണ് കൂടുതൽ വരുന്നത്, അപ്പൊ 30 വരും. ഓക്കെ അല്ലെ? ഇതേപോലെ ഡി എക്സ് കണ്ടു കഴിഞ്ഞാല് ഡി എക്സിന്റെ സ്ക്വയർ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം. അതായത് -28 മൈനസ് സ്ക്വയർ ചെയ്യുമ്പോൾ എന്താവും? പ്ലസ് ആയി മാറും. 28ന്റെ സ്ക്വയർ 784. then 24ന്റെ സ്ക്വയർ 576. 20 സ്ക്വയർ 400. ഇതേപോലെ ഓരോന്നിന്റെയും ഡി എക്സിന്റെ സ്ക്വയറുകൾ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം. സെയിം ആസ് നമ്മൾ ഡി വൈയും കാണുന്നു. ഡി വൈയും ഡി വൈ സ്ക്വയറും. അതായത് ഡി വൈ കാണുന്നത് എങ്ങനെയാണ്? വൈയിൽ നിന്നും എ മൈനസ് ചെയ്യണം. വൈ എന്ന് പറയുന്നത് 84 ആണ്. ഇവിടെ 84ൽ നിന്നും നമ്മൾ എ വൈ ആയിട്ട് എടുത്തുള്ളത് 60 ആണ്. എ ആയിട്ട് അസ്യൂമഡ് ആയിട്ട് എടുത്തത് 60 ആണ്. അപ്പൊ 60 മൈനസ് ചെയ്യുന്നു, അപ്പൊ 24 കിട്ടും. 80ൽ നിന്നും 60 മൈനസ് ചെയ്യുന്നു, 20 കിട്ടും. 72ൽ നിന്നും 60 മൈനസ് ചെയ്യുന്നു, 12 കിട്ടും. ഇതേപോലെ നമ്മൾ ഓരോ വൈയിൽ നിന്നും 60 മൈനസ് ചെയ്യുക, അസ്യൂമഡ് മീൻ മൈനസ് ചെയ്യുക. അപ്പൊ നമുക്ക് ഇവിടെ എന്ത് കിട്ടും? ഡി വൈ കിട്ടും. ഇനി ഡി വൈയുടെ സ്ക്വയർ 24 സ്ക്വയർ 20 സ്ക്വയർ 12 സ്ക്വയർ, ഇതിന്റെ സ്ക്വയർ കൂടെ കണ്ടെത്തുന്നു. ഓക്കെ, ഇതിന്റെ എല്ലാം ടോട്ടൽ ചെയ്യാം. സിഗ്മ എന്താണ്? ഡി വൈ ആണ്. സിഗ്മ ഡി വൈ സ്ക്വയർ. ദെൻ നെക്സ്റ്റ് ഡി എക്സ് ഡി വൈ ആണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഡി എക്സ് എന്ന് പറയുന്നത് ഇതാണ്. ഇതും അതേപോലെ ഡി വൈയും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുന്നു. അതായത് -28 × 24 മൈനസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇവിടെ മൈനസ് ആണ് കിട്ടുന്നത്.
-24 × 20. ഇതേപോലെ ഓരോന്നിനെയും മൾട്ടിപ്ലൈ ചെയ്യുന്നു. ഇപ്പൊ dx dy കിട്ടും. അപ്പൊ ഇതിനെ ടോട്ടൽ ചെയ്ത് കഴിഞ്ഞാൽ -2700 എന്ന് നമുക്ക് കിട്ടും. ഓക്കെ, ഇതാണ് ഫസ്റ്റ് ഘട്ടത്തിൽ നമ്മൾ കോളത്തിലായിട്ട് കൊടുക്കേണ്ടത്. നെക്സ്റ്റ് ഇക്വേഷനിൽ അപ്ലൈ ചെയ്യാണ് വേണ്ടത്. നമ്മൾ തന്നിരിക്കുന്ന ഇക്വേഷൻ, അതായത് അസ്യൂംഡ് മീൻ മെത്തേഡ് പ്രകാരം കാൽപിയേഴ്സൺസ് കോഎഫിഷ്യന്റ് ഓഫ് കോറിലേഷൻ കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷൻ എന്താണ്? R is equal to n into sigma dx dy minus sigma dx into sigma dy, then divided by root of n into sigma dx square minus sigma dx whole square into root of n into sigma dy square minus sigma dy all square എന്നുള്ളതാണ്. ഓക്കെ, ഇവിടെയുള്ള ഓരോ ഐറ്റംസും നമ്മൾ ടേബിളിൽ കണ്ടെത്തിയിട്ടുണ്ട്. അപ്പൊ ഇവിടെ ജസ്റ്റ് ഇക്വേഷനിൽ അപ്ലൈ ചെയ്താൽ മതി. ആദ്യം R is equal to n into n എന്ന് പറയുന്നത് 1 2 3 4 5 6 7 8 9 10. n എന്ന് പറയുന്നത് എന്താണ്? 10 ആണ്. ഇൻറ്റു സിഗ്മ dx dy എത്രയാണ് ഇവിടെ? -2700 ആണ് വരുന്നത്. ഓക്കെ, -2700 മൈനസ് സിഗ്മ dx എന്ന് പറയുന്നത് എന്താണ്? -30 ആണ്. ഇൻറ്റു സിഗ്മ dy എന്ന് പറയുന്നത് എന്താണ്? -10 ആണ്. ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് എന്ത് വരും? n ഇൻറ്റു n എന്ന് പറയുന്നത് 10 ആണ്. സിഗ്മ dx സ്ക്വയർ എത്രയാണ്? സിഗ്മ dx സ്ക്വയർ എന്ന് പറയുന്നത് 3388 ആണ്. ഓക്കെ, സിഗ്മ dx സ്ക്വയർ മൈനസ് സിഗ്മ dx ഓൾ സ്ക്വയർ, അതായത് -30 ഓൾ സ്ക്വയർ ഇൻറ്റു റൂട്ട് ഓഫ് n ഇൻറ്റു സിഗ്മ dy സ്ക്വയർ 10 ഇൻറ്റു dy സ്ക്വയർ എത്രയാണ്? 2372. ഓക്കെ, ഇതിൽ നിന്നും എന്ത് മൈനസ് ചെയ്യണം? ഇവിടെ dy സ്ക്വയർ ഓൾ സ്ക്വയർ, അതായത് -10 ഓൾ സ്ക്വയർ ആണ്. ഇത് കാൽക്കുലേറ്റ് ചെയ്യണം. ഓക്കെ, അപ്പൊ ഇതിനെ വർക്ക്ഔട്ട് ചെയ്യാം. 10 ഇൻറ്റു 2700 ആണ്. ഇപ്പൊ എന്ത് വരും? -27,000 എന്ന് വരും. മൈനസ് 30 ഇൻറ്റു എന്ത് വരും? -10 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയാണ്? മൈനസ് ഇൻറ്റു മൈനസ് പ്ലസ് ആവും. എന്താവും? അവിടെ 300 ആയിട്ട് മാറും. ഡിവൈഡ് ബൈ എന്ത് വരും? 10 ഇൻറ്റു 3300 ഇത് കാൽക്കുലേറ്റ് ചെയ്യുന്നു. അതായത് റൂട്ട് ഓഫ് എന്ത് 33,880 എന്നാവും. മൈനസ് 30 ഓൾ സ്ക്വയർ എന്ന് പറയുന്നത് എന്താണ്? 900 ആയിട്ട് മാറും. ഓക്കെ, ഇനി ഇതേപോലെ റൂട്ട് ഓഫ് ഇവിടെ 10 ഇൻറ്റു ഇത് കാൽക്കുലേറ്റ് ചെയ്യുന്നു. എന്ത് വരും? 23,720 മൈനസ് 10ന്റെ സ്ക്വയർ എത്ര വരും? 100 വരും. ഇതേ രൂപത്തിലായിട്ട് മാറും. ഓക്കെ, അപ്പൊ ജസ്റ്റ് ഇതിനെ വർക്ക്ഔട്ട് ചെയ്യാം. അപ്പൊ മൈനസ് എന്ത് വരും? 27,300 ഡിവൈഡ് ബൈ ഇതിനെ മൈനസ് ചെയ്ത് അതിന്റെ റൂട്ട് കണ്ടെത്തുന്നു. റൂട്ട് കണ്ടെത്തി കഴിഞ്ഞാൽ മൈനസ് ചെയ്ത് റൂട്ട് കണ്ടെത്തി കഴിഞ്ഞാൽ ജസ്റ്റ് നിങ്ങൾ വർക്ക്ഔട്ട് ചെയ്ത് നോക്കുക. 181.6 എന്ന് വരും. 0.6 ഇതിന് റൂട്ട് കണ്ടു കഴിഞ്ഞാൽ ഇൻറ്റു 153.69 എന്ന് കിട്ടും. അപ്പൊ ഇത് വർക്ക്ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ ജസ്റ്റ് നമുക്ക് ആൻസർ എന്ത് കിട്ടും? -0.978 എന്ന് കിട്ടും. നെഗറ്റീവ് ആണ് കിട്ടുന്നത്. -0.978 ആണ്. അതായത് ഇവിടെ ഹൈ ഡിഗ്രി ഓഫ് നെഗറ്റീവ് കോറിലേഷൻ ആണ്. ഹൈ ഡിഗ്രി ഓഫ് നെഗറ്റീവ് കോറിലേഷൻ ആണ് കിട്ടുന്നത്. ഹൈ ഡിഗ്രി ഓഫ് നെഗറ്റീവ് കോറിലേഷൻ എന്ന് ആൻസർ വരും. ഓക്കെ, ഇത് നമ്മൾ പറയുന്നത് എങ്ങനെയാണ്? നേരത്തെ നമ്മൾ പഠിച്ച ഫസ്റ്റ് പാർട്ടിൽ നമ്മൾ പഠിച്ചിട്ടുള്ള ഒരു ടേബിൾ ഉണ്ടായിരുന്നു. ആ ടേബിൾ ബേസ് ചെയ്തുകൊണ്ടാണ്. അതായത് -1 വരെയുള്ളത് ഹൈ ഡിഗ്രി ഓഫ് നെഗറ്റീവ് കോറിലേഷൻ ആണ്. ഇത്തരത്തിലാണ് ഇതിനെ വർക്ക്ഔട്ട് ചെയ്യേണ്ടത്. ജസ്റ്റ് വർക്ക്ഔട്ട് ചെയ്ത് നോക്കുക. വീണ്ടും കാണാം. താങ്ക് യു.